എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ടീം 5 ആയിരിക്കും കാണിക്കുക. ടീം 5 ഇപ്പോൾ പുതിയൊരു മിഷൻ കൊടുത്തിരിക്കുകയാണ്. ഒരു നാഷണൽ ട്രഷർ അത് സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ് ആ ഒരു മിഷൻ. ഉടനെ ഇവാബയും ടീമും ആണെങ്കിൽ ആ മിഷൻ ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞു. അവർ ആ ട്രഷറിലേക്ക് നോക്കും. അതൊരു സാധാരണ പ്ലേറ്റ് ആണ്. ഇതൊക്കെ ഒരു ട്രഷർ ആണോ എന്ന് ചിന്തിച്ച് അവർ അതിലേക്ക് തന്നെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും മെറ്റലിലെ അവൻ പറയാ, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിനി പഴയതുപോലെ നെർവസ് ആവത്തൊന്നുമില്ല. ഈ ഒരു മാല അതെന്നെ നെർവസ് ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ഹാപ്പിയായി ആ ട്രഷറുമായി പുറത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഇവാബയാൻ ടീം അവരാണെങ്കിൽ പേടിച്ച് വരച്ച് ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് ഇവാബെ പറയും, ഈ ഒരു ട്രഷർ അത് പൊട്ടിപ്പോയി. ഈ മണ്ടൻ മെറ്റലി അവനാണ് എല്ലാത്തിനും കാരണം. പുതിയ നെക്ലൈസ് ഒക്കെ ഇട്ടുന്ന് പറഞ്ഞ് അവൻ നെർവസ് ആവില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ ട്രഷർ അവൻ കയ്യിൽ വാങ്ങി. അടുത്ത സെക്കൻഡ് അവനത് താഴിട്ട് പൊട്ടിച്ചു. ഉടനെ ബൊറൂട്ടോ അവനിപ്പോ മെറ്റലിയെ നോക്കും. അവൻ ഒരുപാട് വിഷമിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ്. കട്ട് ചെയ്ത അടുത്ത സീനില് ലീയും മെറ്റലിയും അവർ രണ്ടുപേരും ട്രെയിനിങ് എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ലീ അങ്ങനെ ചാടിക്കറങ്ങി ഒരു മരത്തില് ആഞ്ഞു ചവിട്ടും. ആ ഒരൊറ്റ ചവിട്ടില് ഇപ്പൊ ആ മരം അത് രണ്ടായിട്ട് ഒടിഞ്ഞ് താഴേക്ക് മറിഞ്ഞു വീഴും. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? 8th ഗേറ്റ് അതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിന്നെ കൊണ്ട് നെഞ്ചിപ്സും ഗെഞ്ചിപ്സും ചെയ്യാനായിട്ട് കഴിയില്ല. ആകെ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ടൈജിപ്സ് മാത്രമാണ്. എനിക്കും ടൈജിപ്സ് മാത്രമേ ചെയ്യാൻ കഴിയൂ. പക്ഷെ കുഴപ്പമില്ല, ടൈജിപ്സുല് ഞാനൊരു മാസ്റ്ററാണ്. 1 2 3 4 5 6 8 അങ്ങനെ 8 ഗേറ്റ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൽ 8ാമത്തെ ഗേറ്റ് അത് ഏറ്റവും നിർണായക ഘട്ടത്തിൽ മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതൊരു ഡെത്ത് ഗേറ്റ് ആണ്. സോ അതിനു മുൻപ് ആദ്യത്തെ ഗേറ്റുകളെല്ലാം തന്നെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. എനിക്ക് എൻ്റെ മാസ്റ്റർ മൈഗയാണ് ഈ ഇന്നർ ഗേറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാനുള്ള ട്രെയിനിങ് തന്നത്. 4th നിഞ്ച വാറിൽ ആളുടെ 8th ഇന്നർ ഗേറ്റ് അത് ഓപ്പൺ ചെയ്ത് ഫൈറ്റ് ചെയ്തു. അങ്ങനെയാണ് ആളുടെ കാല് ഫ്രാക്ചർ ആയത്. നിന്നെ കൊണ്ട് ഈ ഇന്നർ ഗേറ്റ്സ് അത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ലേ? ഈ ട്രെയിനിങ് എടുക്കാൻ നീ തയ്യാറാണോ? ആ ചോദ്യം കേൾക്കേണ്ട താമസം മെറ്റലി അവൻ നെർവസ് ആവാൻ തുടങ്ങും. അവൻ ഒരു സെക്കൻഡ് ആ നെക്ലേസിലേക്ക് നോക്കും. ഉടനെ ലീ ചോദിക്കും, നിന്റെ കഴുത്തിൽ എന്താ ഒരു ചെയിൻ? അതിനവൻ പറയും, ഇതൊരു പ്രത്യേക തരത്തിലുള്ള ചെയിനാണ്. എന്റെ നെർവസ്നെസ് അത് കുറയ്ക്കാനായി ഇത് ഹെൽപ്പ് ചെയ്യും. അത് കേട്ടില്ലേ? ഓക്കെ, കുഴപ്പമില്ല, നീ എപ്പോ ഈ ട്രെയിനിങ് എടുക്കാൻ തയ്യാറാവുന്നോ അപ്പോ എന്റെ അടുത്ത് വരാൻ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. മെറ്റലിലേക്കാണെങ്കിൽ പപ്പയ്ക്ക് പെട്ടെന്ന് എന്തു പറ്റിയെന്ന് മനസ്സിലാവില്ല. അവൻ ഒത്തിരി വിഷമത്തില് സിറ്റിയില് ഒരു റോഡ് സൈഡിൽ നിൽക്കുമ്പോഴായിരിക്കും സാക്ഷാൽ മൈകൈ ആളാണെങ്കിൽ വീൽ ചെയറിൽ ജമ്പ് ചെയ്ത് അവന്റെ അടുത്തേക്ക് വരിക. വാവ് മെറ്റലി, നീ ഇത്രയും വളർന്നു പോയോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തുപറ്റി? നീ ആകെ സാഡായിട്ടിരിക്കുന്നേ? അതിന് മെറ്റലി അവൻ നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോ മൈഗയോട് പറയും. മൈഗയ്ക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ലീ മെറ്റലിയോട് അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന്. അവനിപ്പോ മെറ്റലിയോട് അവന്റെ കൂടെ വരാൻ പറഞ്ഞ് മെറ്റലിയെ കൂട്ടിക്കൊണ്ട് ഇപ്പൊ എവിടേക്ക് പോവാണ്. അങ്ങനെ അവർ നടന്ന് ഇപ്പൊ വലിയൊരു സ്റ്റെയറിന്റെ തൊട്ട് മുൻപിലെത്തും. മൈഗയാണെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെറ്റലിയെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത്രയും നേരം മോട്ടിവേറ്റ് ചെയ്ത മൈഗയ്ക്ക് ആ സ്റ്റെപ്പ് എങ്ങനെ കയറാൻ കഴിയും? എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആള് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. മെറ്റലി ഒന്നും നോക്കില്ല. അവൻ എവിടുന്ന് ഒരു സ്ട്രെങ്ത് കിട്ടി ഇപ്പൊ ആ ഒരു വീൽ ചെയർ എടുത്ത് അവന്റെ ചുമലിൽ വെക്കും. എന്നിട്ട് സാവധാനം ഓരോ സ്റ്റെപ്പിലും ചവിട്ടി ഇപ്പൊ മുകളിലേക്ക് വരാണ്. വാവ് മെറ്റലി, ശരിക്കും നീ അടിപൊളിയാണ്. നീ ട്രെയിനിങ് ഒക്കെ എടുത്ത് ഇത്രയും പവർഫുൾ ആയ കാര്യം ഞാൻ അറിഞ്ഞില്ല. അതിന് മെറ്റലി പറയും, എനിക്കും 8th ഇന്നർ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പഠിക്കണം. മൈഗൈ മാസ്റ്റർ പോലെയും എന്റെ പപ്പയെ പോലെയും ഒരു സ്ട്രോങ് നല്ലൊരു ഷിനോബിയായി എനിക്ക് മാറണം. അങ്ങനെ അവർ കാഷ്വലായിട്ട് ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഉടനെ ഇവാബെ അവനും ഡെങ്കിയും ഷിനോ മാസ്റ്ററും അവർ 3 പേരും അവിടേക്ക് വരും. ഇവാബയ്ക്കാണെങ്കിൽ മാസ്റ്റർ മൈഗയെ കണ്ട് എന്തെന്നില്ലാത്ത സന്തോഷം. അവനാണെങ്കിൽ തുള്ളിച്ചാടും. അത് കണ്ട് ഡെങ്കി പറയും, ഇവാബയ്ക്ക് മൈഗൈ മാസ്റ്ററിനെ ഒത്തിരി ഇഷ്ടമാണ്. അവന്റെ റോൾ മോഡലാണ് മൈഗൈ. ഉടനെ ഷിനോ മാസ്റ്റർ ആളിപ്പോ ടൈജിപ്സിന്റെ സ്പെഷ്യാലിറ്റി അതെന്തൊക്കെയാണെന്ന് ഡെങ്കിയോടും ഇവാബയോടും ചോദിക്കും. അതിന് ഡെങ്കി പറയും, ചക്ര പവർ ഇല്ലാതെ ഒരു ഓപ്പണന്റിനെ തകർക്കാനായിട്ട് ടൈജിപ്സ് വെച്ച് ഈസി ആയിട്ട് കഴിയും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുശേഷം മൈഗൈ സെൻസായി എല്ലാ സ്റ്റുഡൻസിനുമായിട്ട് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ടൈജിപ്സുവില് മാസ്റ്റർ ആവണം. കാരണം മറ്റേത് നിഞ്ച പവറിനെ കഴിഞ്ഞും ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ടൈജിപ്സുവിനാണ്. ഈ ടൈജിപ്സു പവർ മാത്രം ഉപയോഗിച്ചാണ് 4th നിഞ്ച വാറിൽ നറൂട്ടോയുടെ കൂടെ നിന്ന് ആ മാതൃയായിട്ട് ഫൈറ്റ് ചെയ്തത്. ഉടനെ ഒരു കുട്ടി ആ സ്റ്റോറി ഒക്കെ കേട്ട് കൈ ഉയർത്തി എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മാസ്റ്റർ, നിങ്ങൾക്കിപ്പോ ഒരു കാലില്ല, അതിലെന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന് മൈഗൈ പറയും, ഒരിക്കലുമില്ല.
ഇത് ഞാൻ എന്റെ ഗ്രാമത്തിന് വേണ്ടി കൊടുത്തതാണ്. മാത്രമല്ല ടൈജിപ്സുവിന്റെ ചില എക്സാമ്പിൾസ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. സോ എനിക്ക് 2 വോളണ്ടിയേഴ്സിനെ അത് ചെയ്യാൻ ആവശ്യമാണ്. ഉടനെ മൈഗൈ പറഞ്ഞതനുസരിച്ച് ഇവാബയും മെറ്റല്ലിയും അവർ രണ്ടുപേരും ഗായ് സെൻസായിക്ക് ഓപ്പണന്റ് ആയിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. മൈഗൈ സെൻസായി ആണെങ്കിൽ ഒറ്റക്കാലിൽ അവരോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. ഇവാബെ ഫുൾ സ്പീഡില് ഓടി വന്ന് ഇപ്പൊ മൈഗൈ മാസ്റ്ററെ ചവിട്ടാൻ ശ്രമിക്കും. പക്ഷെ ആള് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് കറക്കി ഒരൊറ്റ അടി. ആ ഒരു അടിയില് ഇവാബെ തെറിച്ചു പോയി അടിച്ചു വീഴും. അത് കണ്ട് മെറ്റല് ഇപ്പൊ സർവ്വശക്തി എടുത്ത് മൈഗൈയുടെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് വീണ്ടും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് മാസ്റ്ററിനെ അറഞ്ചം പുറഞ്ച് ഇടിക്കാൻ തുടങ്ങും. പക്ഷെ മൈഗൈയുടെ ബോഡിയിൽ അവന്റെ ഒറ്റ പഞ്ച് പോലും കൊള്ളില്ല. മൈഗൈ അവനെ തൂക്കിയെടുത്ത് അങ്ങനെ കറക്കി ദൂരേക്ക് വലിച്ചെറിയും. ഉടനെ ഇവാബെ അവിടേക്ക് വന്ന് അവർ രണ്ടുപേരും ഇപ്പൊ മൈഗൈയെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. മൈഗൈ സിമ്പിൾ ആയിട്ട് ഇവാബയുടെ കാല് പിടിച്ച് വലിച്ച് അങ്ങനെ കറക്കി ദൂരേക്ക് വലിച്ചെറിയും. അതിനുശേഷം ഒറ്റക്കാലില് പുറകോട്ടേക്ക് എടുത്തു ചാടി ഇപ്പോ ദൂരേക്ക് മാറി നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇവാബയെയും മെറ്റലിനെയും കാണിക്കും. അവർക്ക് രണ്ടുപേർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ ശ്വാസമൊക്കെ എടുത്തു വലിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു ഫൈറ്റില് മൈഗൈ സെൻസായി സിമ്പിളായിട്ട് ജയിച്ചു. കട്ട് ചെയ്താ ഇവിടെ മെറ്റല്ലി അവ മൈഗൈ സെൻസായുമായി തിരികെ പോവാണ്. ലീ മൈഗൈയോട് പറയും, മാസ്റ്റർ ആക്ച്വലി നിങ്ങളുടെ പവർ അത് ശരിക്കും ഭീകരമാണ്. ഒരു കാലില്ലായിട്ട് പോലും നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരെ ഈസി ആയിട്ട് തോൽപ്പിച്ചു. നിങ്ങളുടെ ഡിറ്റർമിനേഷനും ആത്മവിശ്വാസവും അതെല്ലാം കൊണ്ടാണ് നിങ്ങൾക്കത് സാധ്യമായത്. എനിക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എൻ്റെ ഈ നെർവസ്നെസ് അത് മാറ്റിയെടുക്കണം. അതിനുശേഷം എനിക്ക് നിങ്ങളെപ്പോലെ ഒരു പവർഫുൾ ഷിനോബി ആവണം. പക്ഷെ എൻ്റെ പപ്പയാണെങ്കിൽ എൻ്റെ നെർവസ്നെസ് മാറ്റാനുള്ള ഒരു കാര്യം പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതിന് മൈഗൈ അവൻ്റെ കൈ പിടിച്ച് പറയും, ആക്ച്വലി നിന്റെ നെർവസ്നെസ് മാറാനുള്ള സൊല്യൂഷൻ അത് നീ തന്നെ വേണം കണ്ടെത്താൻ. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് എന്താണെന്ന് മനസ്സിലാവും. ഒരിക്കലും മറ്റൊരാൾക്ക് നിന്റെ പേടി മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആളിപ്പോ അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത മെറ്റല്ലി അവനാണെങ്കിൽ നൈറ്റ് വന്ന് വീണ്ടും ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഈ തിന്നർ ഗേറ്റ് അത് ഞാൻ ഓപ്പൺ ചെയ്യും. മൈഗൈ സെൻസായി പറഞ്ഞ പോലെ എന്റെ പേടി, ആവശ്യമില്ലാത്ത വിശ്വാസങ്ങൾ അതൊക്കെ ഞാൻ ഒഴിവാക്കുമെന്ന് പറഞ്ഞ് അവനിപ്പോ ആ നെക്ലേസ് ഒരു കയ്യിലെടുക്കും. പക്ഷെ അവനാണെങ്കിൽ ഇപ്പൊ ആ നെക്ലേസ് ഉപേക്ഷിക്കാനായിട്ട് മനസ്സ് വരില്ല. അവൻ വീണ്ടും അതെടുത്ത് കഴുത്തിലിടും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ദൂരത്തായി മൈഗൈ സാക്ഷാൽ റോക്ക്ലി അവനാണെങ്കിൽ ഇപ്പൊ മെറ്റല്ലിയെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. മെറ്റല്ലി വീണ്ടും ആ ചെയിൻ എടുത്ത് കഴുത്തിലിടുന്ന കണ്ട ലീ അവൻ ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയി സാഡായി അവിടുന്ന് കടന്നു പോകും. ലീ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ മൈഗൈ സെൻസായുടെ അടുത്തേക്ക് വരും. അവൻ മൈഗൈയോട് പറയും, ഐ എം സോറി, ആക്ച്വലി നിങ്ങളെ കൊണ്ടെങ്കിലും അവനെ ഓക്കെ ആക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവൻ ഓക്കെ ആയിട്ടില്ല. ഈ വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഇതാ നെക്സ്റ്റ് ഡേ മെറ്റല്ലി അവൻ ഇത്തവണയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ നെക്ലേസ് ഒക്കെ ഇട്ട് ഒരു മിഷന് പോയി തോറ്റു മടങ്ങി വരാണ്. ആക്ച്വലി അവന്റെ ആ നെക്ലേസിന്റെ സൗണ്ട് കേട്ട് അവരുടെ ഓപ്പണൻസ് ഇവരെ തിരിച്ചറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. മെറ്റല്ലിക്കാണെങ്കിൽ അവന്റെ ടീംമേറ്റ്സിനെ അവരെന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും, മാസ്റ്ററിനോട് എന്തു പറയും എന്നൊന്നും അറിയാതെ അവൻ തല താഴ്ത്തി നിൽക്കും. ഉടനെ ലീ ആണെങ്കിൽ ഇപ്പൊ ഫുൾ കലിപ്പില് മെറ്റല്ലിന്റെ അടുത്തേക്ക് വരാണ്. ലീ, നീ നാളെ തന്നെ അക്കാദമിയിൽ വെച്ച് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണം. ആ ഫൈറ്റില് നീ ജയിക്കുകയാണെങ്കിൽ ഈ തിന്നർ ഗേറ്റ് വരെ ഓപ്പൺ ചെയ്യാനുള്ള ട്രെയിനിങ് അത് ഞാൻ നിനക്ക് തരും. മെറ്റല്ലിക്കാണെങ്കിൽ അവന്റെ പപ്പയായിട്ട് ഫൈറ്റ് ചെയ്യാൻ നല്ല പേടിയുണ്ട്. ഉടനെ മൈഗൈ സെൻസായി ആണെങ്കിൽ അവിടേക്ക് വന്ന് അവനെ മോട്ടിവേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഡേ മെറ്റല്ലിയുടെയും ലീയുടെയും ഫൈറ്റ് കാണാൻ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. മെറ്റല്ലി ആണെങ്കിൽ ഇപ്പോഴും ഒരുപാട് നെക്ലേസ് ഒക്കെ ഇട്ട് തന്നെയാണ് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവിടേക്ക് എത്തുക. മെറ്റല്ലി ഫുൾ കലിപ്പില് ഇപ്പൊ നിലവിളിച്ച് പറയും, ഇത്രയും കാലവും ഞാൻ ചെയ്യുന്ന തെറ്റ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ എനിക്കത് കറക്റ്റായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവനവന്റെ കഴുത്തിലുള്ള നെക്ലേസുകൾ അതങ്ങനെ വലിച്ചു പൊട്ടിച്ച് ദൂരേക്ക് നോക്കി വലിച്ചെറിയും. അവന്റെ പപ്പ ലീക്കാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് സന്തോഷാവും. ഉടനെ അച്ഛനും മോനും ഇപ്പൊ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. മെറ്റല്ലിക്കാണെങ്കിൽ പപ്പയോട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവില്ല. എനിക്ക് എങ്ങനെയെങ്കിലും പപ്പയെ തോൽപ്പിച്ചേ മതിയാവൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ തിന്നർ ഗേറ്റ് അത് ഓപ്പൺ ചെയ്യാനുള്ള ജിപ്സു അതെനിക്ക് പപ്പ പഠിപ്പിച്ചു തരൂ. അവന്റെ ഇമോഷൻസ് അതിനെ കൺട്രോൾ ചെയ്ത് വീണ്ടും ഇപ്പൊ ലീഡ് അതേ പവറിൽ അവൻ അടിക്കാൻ തുടങ്ങും. ഇവിടെ മൈഗൈ സെൻസായി ആണെങ്കിൽ പപ്പയും മകനും ഏറ്റുമുട്ടുന്നത് കണ്ട് പൊട്ടിക്കരയും. അടുത്ത സെക്കൻഡ് മെറ്റല്ലി അവൻ ഫസ്റ്റ് ഇന്നർ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കറങ്ങി വന്ന് ഒരൊറ്റ ഇടി. അതിലെ റോക്ക്ലി അവൻ അടിച്ചു വീഴുന്നതോട് കൂടെ മൈഗൈ വിളിച്ചു പറയും, ഈ മാച്ച് അത് അവസാനിച്ചിരിക്കുകയാണ്. മാച്ചില്
മെറ്റല്ലി വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് കേട്ട് മെറ്റല്ലി അവനങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും. ലീ പറയും, നിന്റെ നെർവസ്നെസ് അവിടെ നിന്നാണ് നീ ആക്ച്വലി പവർ കണ്ടെത്തുന്നത്. നീ ഓൾറെഡി ഇതിൽ ജയിച്ചു എന്ന് പറഞ്ഞ് മൈകയും മെറ്റല്ലിയും ലീയും അവർ 3 പേരും ഇപ്പൊ ഹഗ് ചെയ്യും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ മെറ്റല്ലി അവൻ നെക്ലേസ് ഒക്കെ വലിച്ചെറിഞ്ഞ് ഒറൂട്ടോടെ മുൻപിൽ അങ്ങനെ സ്മാർട്ടായിട്ട് വന്ന് നിൽക്കും. ഇത്തവണയും അവർക്കൊരു ട്രഷർ അത് സേഫായി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ് അവരുടെ മിഷൻ. ഇത്തവണ വളരെ ഹാപ്പിയായി അവർ ആ മിഷനുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.